ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളാണ്. നമ്മളുടെ പാർട്ട്ണറിനോട് പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. നമുക്കൊരു പാസ്റ്റ് ലൈഫ് ഉണ്ടായിരിക്കാം, ആർക്കും ഒരു പാസ്റ്റ് ലൈഫ് ഉണ്ടാവും അല്ലേ? അപ്പം നമ്മളുടെ ചില കാര്യങ്ങൾ ചിലപ്പോൾ അത് ചിലപ്പം റിലേഷൻഷിപ്പാണോ മാരേജ് ലൈഫോ എന്തോ ആവാട്ടോ, ചില കാര്യങ്ങൾ നമ്മളുടെ പാർട്ട്ണറിനോട് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. മേ ബി ചിലവർ ഈ കല്യാണമൊക്കെ കഴിഞ്ഞോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായോ പണ്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് തുറന്ന് പറയാം. നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം കാര്യങ്ങൾ തുറന്ന് പറയാം. അല്ലാത്ത പക്ഷം അത് പിന്നീട് പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ ഒരു പ്രശ്നമായി മാറരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ പറയേണ്ടാത്ത കുറച്ച് കാര്യങ്ങളാണ്, അല്ലാതെ തുറന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ്. ഫസ്റ്റ് പോയിന്റാണ് ഫസ്റ്റ് ലവ്. എല്ലാവർക്കും എങ്ങനെയെങ്കിലൊക്കെ ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫസ്റ്റ് ലവോ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെ ഒരു പാർട്ട്ണർ മേ ബി നിങ്ങളിപ്പോൾ അടുത്ത് കല്യാണം കഴിഞ്ഞതോ അല്ലെങ്കിൽ വീണ്ടും ഒരു വേറെ റിലേഷൻഷിപ്പിലോ ആയതായിരിക്കാം. നിങ്ങളുടെ ഫസ്റ്റ് ലവിനെ കുറിച്ച് അധികം പറയാത്തതായിരിക്കും നല്ലത്. കാരണം ചിലപ്പോൾ കേൾക്കുമ്പോൾ അയാൾ നല്ല കൂളായിട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ഓ അങ്ങനെ തമാശയൊക്കെ പറഞ്ഞു, അങ്ങനെ അതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ പിന്നീട് അത് അയാളുടെ മനസ്സിൽ കിടന്നിങ്ങനെ കളിക്കുന്നുണ്ടാവും. നിങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ അയാൾ അത് വളരെ കൂളായിട്ടായിട്ടും കേട്ടിട്ടുണ്ടായിരിക്കുക, പക്ഷേ അയാളുടെ ഉള്ളിൽ ചിലപ്പോൾ അതങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടാവും. ഓ അന്ന് അങ്ങനെയൊക്കെ ചെയ്ത ആളല്ലേ, അപ്പോൾ പിന്നെ ഇപ്പോഴും അങ്ങനെ വെറുതെ നെഗറ്റീവ് തോട്ട്സ് ഈ വേണ്ടാത്ത ഇതിങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പം അതിനേക്കാളും നല്ലത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഉപകാരമില്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഫസ്റ്റ് ലവ് സ്റ്റോറീസോ റിലേഷൻഷിപ്പ് സ്റ്റോറീസോ പറയാത്തതായിരിക്കും നല്ലത്. കാരണം പിന്നീട് അങ്ങോട്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു പ്രശ്നമായിട്ട് മാറരുതല്ലോ. പറയുമ്പോൾ ചിലപ്പോൾ അത് ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് മനസ്സിലാവുന്നത് അത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഫസ്റ്റ് ലവിനെ കുറിച്ച് നിങ്ങൾ കറക്റ്റ്ലി പറയാത്തതായിരിക്കും നല്ലത്. മേ ബി അത് ഓപ്പൺ ആയിട്ടുള്ളൊരു പാർട്ട്ണർ ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, നിങ്ങൾക്ക് പറയാം. എന്നിരുന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം അങ്ങനെ പറയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പറയാതിരിക്കുക. അടുത്തതായിട്ട് നിങ്ങളുടെ പാർട്ട്ണർ ആവാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ നിൻ്റെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ആ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പറയുക, അല്ലാത്ത പക്ഷം ഒരു കുറ്റപ്പെടുത്തി പറയാതിരിക്കുക. അതിനെ പോസിറ്റീവായ രീതിയിലൂടെ പറഞ്ഞു കൊടുക്കുക. എനിക്ക് ഇന്ന കാര്യങ്ങൾ ആഗ്രഹമുണ്ട്, ഇന്ന കാര്യങ്ങളാണ് എൻ്റെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലാത്ത പക്ഷം എനിക്കത് ഇഷ്ടമല്ല, നീ അതെന്നെ ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞു കൊടുക്കാതിരിക്കുക. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇപ്പം ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു കല്യാണം കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളൊരു വർക്കിനൊക്കെ പോകുന്ന നിങ്ങളുടെ കോവർക്കേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ ഒരു എക്സ്ട്രാ മാറ്റർ ടൈപ്പ് ഓഫ് ഒരു സംഭവം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല, പക്ഷെ അയാൾ വീണ്ടും നിങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ആദ്യം തന്നെ നിങ്ങളുടെ പാർട്ട്ണറിനോട് പോയി പറയാതിരിക്കുക. കാരണം ഫസ്റ്റ് തന്നെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾ ആ ജോബിന് വിടാനോ അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ അയാൾക്കൊരു പേടിയായി കാണും. പക്ഷെ അതൊരു സെക്കൻഡ് സ്റ്റേജ് എത്തിയിട്ട് അയാൾ വീണ്ടും തുടരാതെ നിങ്ങളെ വീണ്ടും ഇങ്ങനെ പിന്തുടർന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് നിന്ന് സഹായം ചോദിക്കുക. കാരണം ആ ഒരു സമയം തന്നെ സീവിയറായി കഴിഞ്ഞു, അവിടെ നമ്മളുടെ ഒരു പാർട്ട്ണറുടെ സഹായം വേണ്ടി വരും. ഫസ്റ്റ് തന്നെ പോയി കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ എന്തിനാണോ പോകുന്നത് അതുപോലും നിങ്ങൾക്ക് നിർത്തേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ കഴിയുന്നതും അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നിങ്ങളെ സാലറി അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഇപ്പോൾ ഉള്ള അക്കൗണ്ട് ബാലൻസ് ഇതൊന്നും നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കും. ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പം എൻ്റെ അച്ഛന് ഇത്ര പണമുണ്ട് അല്ലെങ്കിൽ എനിക്ക് അതൊക്കെ ഉണ്ട്, അത് പറയുന്നത് മൂലം ആ ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളുടെ പണത്തിലാവും ആകർഷിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ അയാൾക്ക് അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കില്ല, എന്നാലും നിങ്ങൾ പോലും അറിയാതെ അയാളുടെ മനസ്സിൽ ഇവളുടെ കയ്യിൽ അല്ലെങ്കിൽ ഇവൻ്റെ കയ്യിൽ ഇത്ര പൈസയുണ്ട് എന്നുള്ളൊരു ചിന്താഗതി വരും. അപ്പോൾ കൂടുതലായിട്ട് അതൊരു പ്രശ്നമായിരിക്കും. ചിലപ്പം പണത്തിലോട്ടായിരിക്കും ആ ഒരു ഫോക്കസ് പോയിപ്പോണ്ടാവുക. ആദ്യ കാലങ്ങളിൽ നിങ്ങൾ അറിയില്ല, നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൈൻഡിനെ അതിങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് അധികം പറയാതിരിക്കുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചെറിയ പോയിന്റ്സ് ആണ്, ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അത് ശ്രദ്ധിച്ച വലിയ പ്രശ്നങ്ങളെ തടയാൻ കഴിയും. ഇന്ന് നമ്മൾ കാണുന്ന പല ഡൈവോഴ്സ് കേസുകളും ഈ കോടതിയിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പല ഡൈവോഴ്സ് കേസിലും ചെറിയ പ്രശ്നങ്ങളായിരിക്കാം, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ പ്രശ്നങ്ങൾ പിന്നീട് അതൊരു വലിയ പ്രശ്നമായി മാറും ജീവിതത്തിൽ. അപ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറയണ്ട എന്ന് തോന്നുന്ന, പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ പറയാത്തത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.